ഹലോ നമസ്കാരം. അപ്പൊ ബറോസ് കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പൊ മോന്റെ അടുത്ത് ചോദിക്കാം. ഞാൻ റിവ്യൂ പറയുന്നതിന് മുമ്പ് മോൻ പറയും. മോനെ എങ്ങനെ ഉണ്ടായിരുന്നടാ? ആര് പറഞ്ഞു കൊള്ളാന്ന്? ഹൈസോ ആണ്? പാവയാണ്? ആ, എങ്ങനെയാ പടം? ഇഷ്ടപ്പെട്ടോ പടം? എന്താണ് ഇഷ്ടപ്പെട്ടത്? എന്താണ്? ആദ്യം കുറച്ച് ഒന്നും മനസ്സിലായില്ല, പിന്നെ അങ്ങോട്ട് തുടങ്ങിയപ്പോ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു പാട്ടുണ്ടായിരുന്നു, അത് നല്ല പാട്ടായിരുന്നു. മോന് സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പടം കൊള്ളാൻ കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. കാര്യം അത്തരം കുട്ടികൾക്ക് ഇഷ്ടപ്പെടണം, അത്രേ ഉള്ളൂ ആ സിനിമയിൽ. അല്ലാതെ മുതിർന്ന നമ്മളെ പോലുള്ളവർക്ക് ഇപ്പോൾ മോഹൻലാൽ ഡയറക്റ്റ് ചെയ്തു എന്നുള്ള പേരിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മളൊരു 90s കിഡ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഈ മോൻ്റെ പ്രായത്തിലാണ് ഞാൻ മലയാളത്തിലൊരു പരീക്ഷണ ചിത്രം ഇറങ്ങി. അന്ന് എനിക്ക് 9 വയസ്സുള്ളപ്പോൾ ഞാൻ പോയി ഓഫാബി കാണുന്നു. അന്ന് പാരൻസിനോടൊപ്പമാണ് പോയി കണ്ടത്. അന്ന് അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടോ ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അന്ന് ഓഫാബി എന്നെ പപ്പായുമായി കാണാൻ കൊണ്ടുപോയെന്ന് കണക്ക് ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മോനെ കൊണ്ടുപോയി കാണിച്ചു, അവന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇത് തികച്ചും ഒരു പരീക്ഷണ ചിത്രമാണ്. ഒരു ഫെയറി ടെയില് പോലെ, അല്ലെങ്കിൽ ഒരു കാർട്ടൂണും അനിമയൊക്കെ കണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, ഹാരി പോട്ടറൊക്കെ കണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിൽ മറ്റൊരു മായിക ലോകം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അല്ലാതെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയിൽ പോയി ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ കുട്ടികളുമായിട്ട് പോവുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക, അവരത് കണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി കാണുക. അല്ലാതെ ഈ സിനിമ ഒരു ഭയങ്കര സിനിമയൊന്നും അല്ലെങ്കിൽ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഇത് നമ്മളിപ്പോൾ നെഗറ്റീവ് റിവ്യൂ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പരാജയപ്പെടുത്തി കളയേണ്ട സിനിമയല്ല കേട്ടോ. കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ആ 3D ഒക്കെ അടിപൊളി തന്നെയാണ് അല്ലേ? 3D അത്യാവശ്യം. നമ്മളിപ്പോൾ ഓഫാബിയിൽ നമ്മളൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് മെയിൻ റോളിൽ വന്നിട്ടുള്ള. പിന്നെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ 3D കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിരുന്ന ആ മൈഡിയർ കുട്ടിച്ചാത്തം കാണുമ്പോൾ ഐസ്ക്രീം ഫ്രണ്ടിലേക്ക് നീട്ടുന്നതും കണ്ണിലേക്ക് കമ്പെടുത്ത് കുത്തുന്നതും ശൂലം നമ്മുടെ നേരേക്ക് വരുന്നതൊക്കെയാണ് 3D എന്നാണ്. ആ ചിന്തകൾ മാറ്റിയത് പിന്നെയുള്ള അവതാർ പോലുള്ള സിനിമയൊക്കെ കണ്ടപ്പോഴാണ്. അതുപോലെ ഇതിലേയും 3D നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. വെറും നെഗറ്റീവ് മാത്രം പറഞ്ഞ് മലയാളത്തിൽ അങ്ങ് തല്ലിപ്പൊളി ആക്കി കളയേണ്ടുന്ന ഒരു സിനിമയൊന്നും അല്ല. നിങ്ങൾ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് പോകുന്ന സിനിമ കാണുക, അവർക്കത് ഇഷ്ടപ്പെടും. അവരൊന്ന് എന്റർടൈൻ ചെയ്തിരിക്കും. മോഹൻലാലും അത് തന്നെയായിരിക്കും ആന്റണി പെരുമ്പാവൂരൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും തീരെ മോശമല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഐഡിയ മനസ്സിൽ വെച്ചോണ്ട് മാത്രം കാണുക, അല്ലാതെ ഭയങ്കര ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത് ഇഷ്ടപ്പെടത്തില്ല അല്ലേ? മോൻ ഇഷ്ടപ്പെട്ടല്ലോ. എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ്? എന്താണ് കാര്യം? എന്താണ്? ലാലേട്ടൻ ഭൂതമായതല്ലേ? മോൻ പട്ടണത്തിൽ ഭൂതം കണ്ടിട്ടില്ല. പട്ടണത്തിൽ ഭൂതം ഞാൻ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കൂ. അല്ല പൊളിപ്പടമൊന്നുമല്ല. ഒരു 90s കിഡ്സ് ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഈ സിനിമ കണക്ട് ആവുകയൊക്കെ ചെയ്യും. ഓക്കെ, ബൈ ബൈ.